പ്ലസ് വൺ കൊമേഴ്സിലെ എക്കണോമിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് കേട്ടോ ഇത്. ഇന്ത്യൻ എക്കോണമി 1950 to 1919. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാനുണ്ട്. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ വളരെ ചെറിയൊരു ഷോർട്ട് നോട്ട് എളുപ്പത്തിൽ പഠിക്കാനും പെട്ടെന്ന് പോയിൻറ്റ്സ് റിമെമ്പർ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് ചെറിയ രീതിക്ക് നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലൊരു ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് നോട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് തന്നെയാണ് റെഫർ ചെയ്യേണ്ടത്. അതല്ല നമുക്ക് പെട്ടെന്ന് പഠിക്കണം, പോയിൻറ്റ്സ് മറക്കാതിരിക്കാനായിട്ട് എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കാൻ പറ്റുന്ന രീതിയിലൊരു നോട്ട് വേണം എന്നുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഈ നോട്ട് ഫോളോ അപ്പ് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. നിങ്ങൾ ഓവറോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എന്താണ് എന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ മാത്രം കണ്ടാൽ മതി. നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലാവും ഇതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് താമസിക്കാതെ തന്നെ നോക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. ഇന്ത്യൻ എക്കോണമി എന്ന നമ്മുടെ എക്കണോമിക്സിലെ ഫസ്റ്റ് പാർട്ടാണല്ലോ ഇന്ത്യൻ എക്കോണമി. അതിൽ സെക്കൻഡ് ചാപ്റ്ററാണ് ഇന്ത്യൻ എക്കോണമി 1950 to 1919. അതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ഇന്ത്യ ബിക്കം ഇൻഡിപെൻഡൻറ്റ് ഓൺ 15th August 1947. അറ്റ് ദാറ്റ് ടൈം ദ കൺട്രി ഫേസ്ഡ് മെനി പ്രോബ്ലംസ്. നമുക്കറിയാം നമുക്ക് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയത് എപ്പോഴാണ്, നമ്മുടെ കൺട്രി ഇൻഡിപെൻഡൻ്റ് ആയത് എപ്പോഴാണ്, 15th August 1947 ആണല്ലേ. 1947 August 15 നമ്മുടെ ഇന്ത്യ ബിക്കം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറിയത്. ഇൻഡിപെൻഡൻ്റ് ആയി എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് ഫേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈം ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിരുന്നു. എന്ന് വെച്ചാൽ പോവർട്ടിയുടെ അങ്ങേയറ്റമായിരുന്നു, ഒരുപാട് ദാരിദ്ര്യമുണ്ടായിരുന്നു, എംപ്ലോയ്മെൻറ്റ് കുറവായിരുന്നു. എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആളുകളും തൊഴിൽ രഹിതരായിരുന്നു, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു ഒരുപാടുണ്ടായിരുന്നത്. ലോ അഗ്രികൾച്ചറൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വളരെ കുറവായിരുന്നു. കൃഷി സംബന്ധമായിട്ടുള്ള പ്രൊഡക്ഷൻ വളരെ കുറവായിരുന്നു. പുവർ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു. ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നമുക്ക് മെച്ചപ്പെട്ടതായിരുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ആവശ്യങ്ങളെല്ലാം നമ്മുടെ കൺട്രി റിലേറ്റ് ചെയ്ത് വരുമ്പോൾ റോഡിൻ്റെ അവസ്ഥയാവട്ടെ, ഫുഡ് ആവട്ടെ, ഷെൽട്ടർ ആവട്ടെ, അങ്ങനെ പലതരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇന്ത്യയുടെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറഞ്ഞ രീതിയിലായിരുന്നു. ലോ ഇൻകം, നമ്മുടെ ഇൻകം എന്ന് വെച്ചാൽ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ വളരെ കുറവായിരുന്നു. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ആ സമയത്ത് നേരിട്ടത് ഒരുപാട് രീതിയിലുള്ള ക്രൂഷ്യലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ലോ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, പുവർ ഇൻഡസ്ട്രീസ്, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ലോ ഇൻകം. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ 1947 August 15 ആ സമയത്ത് ഇൻഡിപെൻഡൻ്റ് ആയെങ്കിൽ പോലും ഒരുപാട് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു എന്ന് പറയുന്നത്. സോ ദ ഗവൺമെൻറ് ഡിസൈഡ് ടു ഡെവലപ്പ് ദ എക്കോണമി ത്രൂ എക്കണോമിക് പ്ലാനിങ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് തീരുമാനിച്ചു നമ്മുടെ ഇന്ത്യൻ എക്കോണമി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം. ഇന്ത്യൻ എക്കോണമി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യ ഡെവലപ്ഡ് ആയിട്ട് മാറും അല്ലേ. ഡെവലപ്പിംഗ് സ്റ്റേജാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഡെവലപ്ഡ് ആയി മാറണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എക്കോണമി കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാവണം. അതിന് വേണ്ടിയിട്ട് അവർ എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ള മേജറായിട്ടുള്ള ഒരു ടോപ്പിക് എടുത്തിട്ടു. ടൈപ്സ് ഓഫ് എക്കോണമി. അതിന് മുന്നേ ഈ എക്കണോമിക് പ്ലാനിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ എത്ര ടൈപ്പ് ഓഫ് എക്കോണമിയാണ് നമുക്കുള്ളത്? 3 ടൈപ്പ് ഓഫ് എക്കോണമിയാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഉണ്ട്, സോഷ്യലിസ്റ്റ് എക്കോണമി ഉണ്ട്, മിക്സഡ് എക്കോണമി ഉണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് മിക്സഡ് എക്കോണമിയാണ് അല്ലേ. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റും അതുപോലെ പ്രൈവറ്റ് സെക്ടറും ഒരുപോലെ നമ്മുടെ ഇന്ത്യയിൽ ഈക്വൽ ഇമ്പോർട്ടൻസിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യ എന്നുള്ളത് ഒരു മിക്സഡ് എക്കോണമിയാണ്. ടൈപ്സ് ഓഫ് എക്കോണമി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സഡ് എക്കോണമി. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് വെച്ചാൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓൺ ബിസിനസ്സസ്. ഇവിടെ നമ്മുടെ ഈ ഒരു കൺട്രി ഈ ഒരു ക്യാപിറ്റൽ എക്കോണമീനെ ബേസ് ചെയ്ത് വരുമ്പോഴേക്കും അവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ആയിരിക്കും ഭരണം കൂടുതൽ, അവരുടെ കൺട്രോളിലായിരിക്കും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കുക. അങ്ങനെ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിൻ്റെ കീഴിൽ മൊത്തം കൺട്രോൾ നിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയാം. ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഈസ് വെരി ലിമിറ്റഡ്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വളരെ കുറവായിരിക്കും. ആർക്കായിരിക്കും അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ്? പ്രൈവറ്റ് സെക്ടേഴ്സിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടുതൽ. ഗവൺമെൻറ് അവിടെ വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഇടപെടുന്നുള്ളൂ. മെയിൻ എയിം ഈസ് പ്രോഫിറ്റ്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത്, പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ.
നമുക്കറിയാം ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ അണ്ടറിൽ ഒരു കൺട്രി ആയിക്കഴിഞ്ഞാൽ അവർക്ക് പ്രധാനം എന്താണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഗവൺമെൻറ്റിന് വലിയ റോള് ഇല്ല. എക്സാമ്പിൾ USA പോലുള്ള കൺട്രീസാണ്. അവിടെ എന്താണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ് അവിടെ. അപ്പോൾ എന്താണ്? അവിടെ കൂടുതലും അവരുടെ പ്രോഫിറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഗവൺമെൻറ്റിന് വലിയ റോൾ അവിടെ വരുന്നില്ല. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരിക്കും? മോർ കോമ്പറ്റീഷൻ. അവിടെ ഒരുപാട് കോമ്പറ്റീഷൻസ് കൂടുതലാണ്. പ്രൈവറ്റ് സെക്ടേഴ്സ് തമ്മിൽ എന്താണ്? ഒരുപാട് കോമ്പറ്റീഷൻസ് കൂടുതലായിരിക്കും. ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ്. അവർ കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. കാരണം എന്താണ്? കോമ്പറ്റീഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുത്താൽ മാത്രമേ ആ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഇപ്പോൾ 2 മാർക്കറ്റുകൾ തമ്മിലുണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോവാണ്, ഒരു ഷോപ്പിൽ പോവാണെന്ന് വിചാരിച്ചോ. നമ്മൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങുന്ന ഒരു ഷോപ്പിൽ പോയെന്ന് കരുതുക. അവിടെ പോകുമ്പോൾ അവിടുത്തെ ക്വാളിറ്റി ഭയങ്കര കുറവുള്ള പ്രോഡക്റ്റാണ് അവർ തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്നൊന്നും വാങ്ങാറില്ല. നമ്മൾ അപ്പുറത്തെ ഒരു കടയിലായിരിക്കും പോകുന്നത്. അവിടെ ബെസ്റ്റ് ക്വാളിറ്റിയാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നിന്നായിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് പോയി സാധനങ്ങൾ വാങ്ങുന്നത്. എപ്പോഴും ക്വാളിറ്റി എവിടെയാണോ കൂടുന്നത് അവിടെ എന്താണ്? ആളുകൾ കൂടുതൽ എത്താനായിട്ട് ശ്രമിക്കും. അപ്പോൾ ആളുകൾ അവിടെ കോമ്പറ്റീഷൻ വരുമ്പോൾ അവരെന്തിനവിടെ പ്രാധാന്യം കൊടുക്കും? ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കും. ക്വാളിറ്റി കൂടിയാൽ മാത്രമേ അവർക്ക് അവിടെ നിലനിന്ന് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇന്നൊവേഷൻസ് കൂടുതലായിരിക്കും. ഇത്രയാണ് അഡ്വാൻറ്റേജിൽ വരുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇൻകം ഇന്നിക്വാളിറ്റി. നമുക്കറിയാം എന്താണ്? ആളുകൾ റിച്ച് ആണ് ഇല്ലെങ്കിൽ എന്താണ് പുവർ ആണ് എന്നുള്ളൊരു ഇന്നിക്വാളിറ്റി അവിടെ കൂടുതലായിട്ട്. ഇൻകം ഇന്നിക്വാളിറ്റി, പൈസ ഉള്ളവന് ഇല്ലെങ്കിൽ പൈസ ഇല്ലാത്തവൻ എന്ന് പറഞ്ഞ ഒരു ഡിഫറൻസിയേഷൻ അവിടെ കൂടുതലായിട്ട് വരും. പിന്നെ എന്താണ്? റിച്ച് ബിക്കം റിച്ചർ. റിച്ച് ആയിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും ഇവിടെ റിച്ച് ആവുകയാണ്. പുവർ ആയിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും പുവറായി തന്നെയാണ് നിലനിന്ന് പോകുന്നത്. ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും ഓൺ ആൻഡ് കൺട്രോൾ ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അവരുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആണ്. എക്സാമ്പിൾ USA പോലുള്ള കൺട്രീസാണ്. അഡ്വാൻറ്റേജ് മോർ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും അവർ തരുന്നത്. ഇന്നൊവേഷൻ ഉണ്ടായിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇന്നിക്വാളിറ്റി ഇൻ ഇൻകത്തിൽ ഇന്നിക്വാളിറ്റി, അവരുടെ വരുമാനത്തിൻ്റെ ബേസിൽ ഇന്നിക്വാളിറ്റി അവർക്ക് നേരിടേണ്ടി വരും. റിച്ച് ബിക്കം റിച്ചർ. റിച്ച് ആയിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് സോഷ്യലിസ്റ്റ് എക്കോണമിയാണ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമി ആരാണ്? ഗവൺമെൻറ് ഓൺസ് ആൻഡ് കൺട്രോൾ ഇൻഡസ്ട്രീസ് ആയിരിക്കും. അവിടെ പ്രധാന റോൾ ആർക്കായിരിക്കും? ഗവൺമെൻറ്റിനായിരിക്കും. ഗവൺമെൻറ്റാണ് കൂടുതലായിട്ട് അവിടെ കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നതും എല്ലാം എന്തായിരിക്കും? ഗവൺമെൻറ് ആയിരിക്കും അല്ലേ. റിസോഴ്സസ് ആർ യൂസ്ഡ് ഫോർ പബ്ലിക് വെൽഫെയർ. അവിടെ കിട്ടുന്ന റിസോഴ്സസ് എല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത്? പബ്ലിക്കിൻ്റെ വെൽഫെയറിന് വേണ്ടി. പബ്ലിക് നല്ല രീതിക്ക് ജീവിക്കണം ഇല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് റിസോഴ്സസ് യൂസ് ചെയ്യുന്നത്. മെയിൻ എയിം ഈസ് സോഷ്യൽ വെൽഫെയർ. അവിടെ പ്രോഫിറ്റിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, ആളുകളുടെ ജീവിത നിലവാരത്തിനാണ്. ആളുകൾ മെച്ചമായ രീതിയിൽ ജീവിക്കണം, അവർക്ക് ആവശ്യമുള്ള ക്ഷേമം കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫോർമർ USSR പോലുള്ള കൺട്രിയിലൊക്കെ സോഷ്യലിസ്റ്റ് എക്കോണമിയാണ് നിലവിൽ വരുന്നത് കേട്ടോ. അഡ്വാൻറ്റേജ് നോക്കിക്കോളൂ. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. അവിടെ വെൽത്ത് എന്താണ്? ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അവിടെ ഇൻകം ഇന്നിക്വാളിറ്റി വരുന്നില്ല. ലെസ് ഇന്നിക്വാളിറ്റി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ഇന്നിക്വാളിറ്റി വരുന്നില്ല. ഇൻകത്തിന് കാര്യത്തിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും ഇന്നിക്വാളിറ്റി കാണിക്കുന്നില്ല, ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നില്ല. ഡിസഡ്വാൻറ്റേജ് എന്താണ്? കോമ്പറ്റീഷൻ കുറവായിരിക്കും. സ്ലോ എക്കണോമിക് ഗ്രോത്ത് ആയിരിക്കും. കോമ്പറ്റീഷൻ പൊതുവേ ഇവിടെ കുറവായിരിക്കും. അതുപോലെ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ്? വളരെ കുറവ്. പതുക്കെ മാത്രം എന്താണ് ആ ഒരു കൺട്രിക്ക് ഡെവലപ്പ് ആയിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. വളരെ പതിയെ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡെവലപ്പ് ആയിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അടുത്തത് എന്താണ്? മിക്സഡ് എക്കോണമിയാണ്. മിക്സഡ് എക്കോണമിയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇന്ത്യയാണ്. ഇവിടെ പ്രൈവറ്റ് സെക്ടറും ഉണ്ട്, അതുപോലെ എന്തുണ്ട്? ഗവൺമെൻറ്റിൻ്റെ കൺട്രോളും ഉണ്ട്. ഇന്ത്യ അഡോപ്റ്റഡ് മിക്സഡ് എക്കോണമി. ഇന്ത്യ എന്താണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? മിക്സഡ് എക്കോണമിയാണ്. ഇറ്റ് കമ്പൈൻസ് ദ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. ഇവിടെ എന്തൊക്കെയുണ്ട്? സോഷ്യലിസത്തിൻ്റെ ഫീച്ചേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സും ഉണ്ട്. ഇപ്പോഴും മിക്സഡ് എക്കോണമി എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്താണ്, സോഷ്യലിസ്റ്റ് എക്കോണമി എന്താണ്, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തതാണ് എന്ത്? മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് നോക്കിക്കോളൂ. പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ വർക്ക് ടുഗദർ. ഇവിടെ എന്താണ്? പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും
ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേർക്കും ഈക്വൽ റോളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഗവൺമെൻറ് കൺട്രോൾ മോർ ഇൻഡസ്ട്രീസ്. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ഇൻഡസ്ട്രീസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടർ ഈസ് അലൗഡ് ടു ഡു ബിസിനസ്. ഇവിടെ പ്രൈവറ്റ് സെക്ടേഴ്സിന് എന്ത് ചെയ്യാം? ബിസിനസ് ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്. എക്കണോമിക് പ്ലാനിങ് ഈസ് ഫോളോഡ്. ഇവിടെ എന്താണ്? എക്കണോമിക് പ്ലാനിങ് ആണ് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ എക്കണോമിക്കിൻ്റെ ആ ഒരു നിലവാരം മെച്ചപ്പെടുത്താനായിട്ട്, നമ്മുടെ എക്കണോമിക് ആയിട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എക്കണോമിക് പ്ലാനിങ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടൈപ്സ് ഓഫ് എക്കോണമി 3 തരത്തിലാണ്. ക്യാപിറ്റലിസ്റ്റ് ഉണ്ട്, സോഷ്യലിസ്റ്റ് ഉണ്ട്, മിക്സഡ് എക്കോണമി ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ്റെ ഭാഗമാണിത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് തന്നെ പഠിക്കുക. ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കി. ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? 1947 ഇന്ത്യ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ പോലും ആ സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്നുള്ളത് വളരെ ഗുരുതരമായിരുന്നു. അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് ഉയർത്തെഴുന്നേറ്റി. ആ ഒരു സമയത്ത് എന്താണ് ഈ എക്കണോമിക് എന്ന് പറയുമ്പോഴേക്കും, എക്കണോമി എന്ന് പറയുമ്പോൾ എത്ര ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്? 3 ടൈപ്പ് ഉണ്ട്. അത് അറിഞ്ഞാൽ മാത്രമേ എക്കണോമിക് പ്ലാനിങ്ങിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ഏതൊക്കെ തരം എക്കണോമിയാണുള്ളത്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഉണ്ട്, സോഷ്യലിസ്റ്റ് എക്കോണമി ഉണ്ട്, മിക്സഡ് എക്കോണമി ഉണ്ട്. ഇത്രയും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്തതാണ് നമ്മുടെ എക്കണോമിക് പ്ലാനിങ്ങിലേക്ക് വരുന്നത്. പ്ലാനിങ് എന്താണ്? പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് അല്ലേ? നേരത്തെ കൂടി നിങ്ങൾ ബിസിനസ് സ്റ്റഡിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അല്ല, നിങ്ങൾ സെക്കൻഡ് ഇയറിലാണ് നമുക്കത് പ്ലാനിങ് ഒക്കെ പഠിക്കാനുള്ളത്. എങ്കിലും നമുക്കറിയായിരിക്കുമല്ലോ. പ്ലാനിങ് എന്ന് വെച്ചതാണ് മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുന്നത് അല്ലേ? പ്ലാനിങ് മീൻസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. നേരത്തെ കൂട്ടി നമ്മൾ തീരുമാനിക്കുക. ഹൗ ടു യൂസ് അവൈലബിൾ റിസോഴ്സസ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ് വിത്തിൻ ഫിക്സഡ് പീരീഡ്. ഒരു ഫിക്സഡ് പീരീഡിനുള്ളിൽ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഗോള്, നമ്മൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്പെസിഫിക് ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ അച്ചീവ് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്പെസിഫിക് ഗോള്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഗോള് എങ്ങനെയാണ് ആ ഒരു ഫിക്സഡ് പീരീഡിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ പറ്റുക? ഇതിനെക്കുറിച്ച് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ്. അപ്പോൾ പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നു എന്ത്? ഒരു ഫിക്സഡ് പീരീഡിനുള്ളിൽ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാം, ആ പർട്ടിക്കുലർ ഗോൾ ഇല്ലെങ്കിൽ ആ സ്പെസിഫിക് ഗോള് എങ്ങനെ അച്ചീവ് ചെയ്യാം. ഇതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇന്ത്യ അഡോപ്റ്റ് 5-year പ്ലാൻ ഫോർ ഡെവലപ്മെൻറ്റ്. ഇന്ത്യ അപ്പോൾ അഡോപ്റ്റ് ചെയ്തത് എന്തായിരുന്നു? നമ്മുടെ ആ ഒരു ക്രൂഷ്യലായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ത് പ്ലാനായിരുന്നു? 5-year പ്ലാനായിരുന്നു. 5-year പ്ലാൻ ഇപ്പോൾ ഉണ്ടോ? ഇല്ല. ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് 5-year പ്ലാനാണ്. പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ പറയും. വൈ പ്ലാൻ ഈസ് നീഡ്? പ്ലാനിങ് ഈസ് നീഡഡ്. എന്തുകൊണ്ടാണ് പ്ലാനിങ്ങിൻ്റെ ആവശ്യം വരുന്നത്? നോക്കിക്കോളൂ. റെഡ്യൂസ് പോവർട്ടി. നമുക്കറിയാം ഇന്ത്യയുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു? പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥ പ്ലാനിങ് കൊണ്ടുവന്നില്ലേ? അപ്പോൾ പ്ലാനിങ്ങിൻ്റെ ആവശ്യം എന്താണെന്ന് നോക്കിക്കോളൂ. റെഡ്യൂസ് പോവർട്ടി റെഡ്യൂസ് ചെയ്യുക, ദാരിദ്ര്യം തുടച്ചു നീക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുക? കൂട്ടുക. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും കൊടുക്കുക. ഇംപ്രൂവ് അഗ്രികൾച്ചർ കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യിക്കുക, ഡെവലപ്പ് ചെയ്യിക്കുക. ഡെവലപ്പ് ഇൻഡസ്ട്രീസ് ഒക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാനും ഗ്രോത്തിനും വേണ്ടിയിട്ട്. ഇൻക്രീസ് നാഷണൽ ഇൻകം. നമ്മുടെ നാഷണൽ ഇൻകം എന്ത് ചെയ്യുക? കൂട്ടുക. അതുപോലെ ഇംപ്രൂവ് പീപ്പിൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഓരോ ആളുകളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. ഇതൊക്കെയായിരുന്നു പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്ലാനിങ് കൊണ്ടുവരാനുള്ള കാരണം ഇതൊക്കെയായിരുന്നു. എന്തിനു വേണ്ടിയാണ് 5-year പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ പോവർട്ടി കുറയ്ക്കണം, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടണം, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് നടത്തണം, അതുപോലെ ഇൻഡസ്ട്രീസിൻ്റെ എക്സ്പാൻഷൻ നടത്തണം, അതുപോലെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യണം, അതുപോലെ ഓരോ ആളുകളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം. ഇത്രയുമാണ് പ്ലാനിങ്ങിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായോ? സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഒരു പോർഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷനും അതുപോലെ ടൈപ്സ് ഓഫ് എക്കോണമിയും പിന്നെ പ്ലാനിങ്ങിൻ്റെ തുടക്കമല്ലേ, ആ ഒരു സെക്ഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് പേജാണ് നമ്മളിപ്പോൾ പഠിച്ച് തീർത്തിട്ടുള്ളത്. ഇതിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ട് കേട്ടോ. എന്നിട്ട് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ PDF ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ മെസ്സേജ് ഇടുമ്പോഴേക്കും ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൻ്റെ PDF കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടുക.
അതുപോലെ തന്നെ അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ മീൻസ് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നാളെ തന്നെ മാക്സിമം നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട ടോപ്പിക്സ് സെക്കൻഡ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് തന്നെ റെഫർ ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ക്ലാസ് വളരെ രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് നല്ല വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.